അബ്രഹാം പർവ്വതത്തിന്റെ മുകളിൽ വന്നു നിന്നു. ചുറ്റും കാറ്റ് ശക്തിയായി വീശിക്കൊണ്ടിരിക്കുന്നു. അബ്രഹാമിന്റെ മകൻ ഇസ്മായിൽ അബ്രഹാമിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. കൈകൾ വിറച്ചുകൊണ്ട് അബ്രഹാം കത്തി ഉയർത്തി. ഇതൊരു കൽപ്പന മാത്രമല്ല, അത് അബ്രഹാമിന്റെ ആത്മാവിന്റെ തന്നെ അടിസ്ഥാനത്തെ കീറിമുറിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു. ദൈവം എന്നോട് ഇത് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? ഇസ്മായിൽ മുകളിൽ കത്തി ഉണ്ടായിട്ടും ശാന്തനായി സംസാരിച്ചു. അച്ഛ, ഭയപ്പെടരുത്. ദൈവം ഇച്ഛിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് അതിലുണ്ട്. കണ്ണുനീർ കൊണ്ട് അബ്രഹാമിന്റെ കണ്ണുകൾ നിറഞ്ഞു. അബ്രഹാം തന്റെ ജീവിതം ഭക്തിയിൽ ചെലവഴിച്ചു. പക്ഷേ ഇപ്പോൾ അബ്രഹാമിന്റെ എല്ലാ യുക്തിയെയും എല്ലാ മനുഷ്യ സ്വഭാവത്തെയും തകർക്കുന്ന ഒരു നിമിഷത്തെ നേരിടുന്നു. ഇത് കേവലം അനുസരണയെക്കുറിച്ച് മാത്രമല്ല, ഇത് വിശ്വാസത്തെക്കുറിച്ച് കൂടിയായിരുന്നു. അങ്ങനെ ഭാരമേറിയ ഹൃദയത്തോടെ അവൻ കത്തി താഴ്ത്തി. നിർത്തുക! ആ വാക്ക് പർവ്വതങ്ങളിലൂടെ പ്രതിധ്വനിച്ചു. കാണാനാകാത്ത ഒരു ശക്തി അവന്റെ കൈ പിടിച്ചു. കത്തി ഇസ്മായിലിനെ തൊട്ടില്ല. അബ്രഹാം ആശ്ചര്യത്തോടു കൂടി നോക്കി. ഒരു ആടിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു തേജസ്വിയായ മാലാഖയെ കണ്ടു. നീ സത്യം കണ്ടു, മാലാഖ സംസാരിച്ചു. ഈ പരീക്ഷ ബലിയെക്കുറിച്ചല്ല, ഭയത്തിന്റെ തീയിലൂടെ നടന്നും പ്രകാശത്തിൽ വിശ്വസിക്കാനുള്ള നിന്റെ തയ്യാറെടുപ്പിനെ കുറിച്ചുള്ളതായിരുന്നു. വേദനാജനകമായ പരീക്ഷകൾ വരും, പക്ഷേ അവ നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ രൂപപ്പെടുത്താനാണ്. അബ്രഹാം ഇസ്മായിലിനെ സ്വതന്ത്രനാക്കി. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി. മകനോടൊപ്പം അബ്രഹാം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. ഇരുട്ടിൽ തെളിഞ്ഞ പ്രകാശത്തിന്റെ ബോധ്യവുമായിട്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷകൾ നഷ്ടം പോലെ നമുക്ക് തോന്നാം, പക്ഷേ അവ നമ്മെ ഉപദ്രവിക്കാനല്ല, നമ്മെ ഉണർത്താനാണ്.